കഴിഞ്ഞ ദിവസം ഒരു പൊട്ട വാർത്ത കേട്ടു. കേട്ടത് ഇങ്ങനെയാണ്. അതായത് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ, അതായത് ഇറാനെതിരെ ഇസ്രായേൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ പാകിസ്ഥാനും അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിക്കും എന്നുള്ള ഒരു പൊട്ടത്തരം അവിടുത്തെ ഭരണകർത്താവ് പറയുകയുണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒന്ന് തിരിച്ചടിക്കാൻ പോലും കഴിയാത്ത രാജ്യമാണ്. കേട്ടത് പാകിസ്ഥാൻ്റെ സമ്പദ്ഘടന കീറിയ കോണകം പോലെ ഇരിക്കുകയാണ്. എല്ലാ നിലകളിലും ആഭ്യന്തര ലഹള നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐക്യമില്ലാതെ അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തീവ്രവാദികളും വേറൊരു ഭാഗത്ത് മിതവാദികളും തമ്മിൽ ഇങ്ങനെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ബോംബ് സ്ഫോടനങ്ങൾ നടക്കാം, എപ്പോൾ വേണമെങ്കിലും അടി നടക്കാം. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. ഇന്ത്യ പോലത്തെ ഒരു രാജ്യവുമായിട്ട് അവർക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയാത്ത അവരാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ശക്തിയായിട്ടുള്ള ഇസ്രായേലിനിട്ട് പണിയുമെന്ന് പോഴത്തരം പറയുന്നത്. ഇസ്രായേലിനൊന്നും തൊട്ട പാകിസ്ഥാൻ തീരാനുള്ളതേ ഉള്ളൂ. കുറേ നാളുകൾക്ക് മുമ്പ് പാകിസ്ഥാനെ ഒതുക്കിത്തരാമെന്ന് ഇന്ത്യയിലെ ഭരണകർത്താവിനോട് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെ ഭരണകർത്താവ് പറഞ്ഞാണ്. അന്ന് അവർ സമ്മതിച്ചില്ല. അന്ന് അവർ സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ അവിടെ ഉണ്ടാവില്ല. ഗാസ പോലെ അത് തകർന്ന് തരിപ്പണമാക്കി മാറ്റിയത്. പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനത്തെ വേണ്ടാത്തരങ്ങളൊക്കെ പറയുന്നത്. അത് ഇന്ത്യയുടെ വിഷയത്തിൽ വരുമ്പോൾ ശരി. പക്ഷേ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ വന്നിട്ട് ഇടപെട്ട് അവിടെയൊക്കെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ വല്ലതും ചെയ്താൽ പിന്നെ പാകിസ്ഥാൻ ലോകഭൂപടത്തിൽ കാണത്തില്ല. മഷിയിട്ട് തപ്പി നോക്കിയാൽ പോലും കാണത്തില്ല. അതായിരിക്കും പാകിസ്ഥാന് വരാൻ പോകുന്ന ഗതി.